എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ പെൺകുട്ടികളെ വന്ന് പറയാം, എൻ്റെ പൊന്നു ചേച്ചി താങ്ക് യു അത് പറഞ്ഞതിന്. ഇപ്പം ഞാൻ വീട്ടുകാരെ ട്രോളിയിട്ടാണെങ്കിലും ഞാൻ എൻ്റെ ഫിഷ് ഫ്രൈ ചോദിക്കും എന്ന്. മനസ്സിലായോ? അതിന് അവർക്കൊരു ലാംഗ്വേജ് ഉണ്ടായി എന്നുള്ളതാണ് ഈ ഫിഷ് ഫ്രൈ എന്നുള്ള മെറ്റഫർ. that is very important. I mean for me, not for anyone else. For me I'm like okay fun, അത് കൊള്ളാം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അത് മതി, അതിലും കൂടുതലൊന്നും നമുക്ക് ലോകം മാറ്റാൻ പറ്റില്ല. ഇത്രയ്ക്ക് ഐ മീൻ യു കാൻ ചേഞ്ച് എനിത്തിങ് നോ. അപ്പം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതിന് ഇത്രയും ഇങ്ങനൊരു പ്ലാറ്റ്ഫോം എനിക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഒന്നുമില്ലാതെ ലൈഫ് എനിക്ക് തന്നിട്ടുള്ളതാണ് ഈ പ്ലാറ്റ്ഫോം. അപ്പോൾ അതിലൂടെ എനിക്കിത് പറയാൻ പറ്റി. അതിനി നിങ്ങൾ ആരാച്ചാൽ എങ്ങടാച്ചാൽ കൊണ്ടുപോകും, ഇനി അത് നിങ്ങൾക്ക് ട്രോൾ ചെയ്യണോ ട്രോൾ ചെയ്തോ, വേറെ ആർക്കെങ്കിലും അത് വേറെ രീതിയിൽ യൂസ് ചെയ്തോ. പക്ഷെ ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞു. സമൂഹത്തിൽ അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുള്ളതായിട്ട് ഉണ്ട്. അതാ ഞാൻ പറയണത്. ബിക്കോസ് ദീസ് കിഡ്സ് ഹാവ് ഫൗണ്ട് എ ലാംഗ്വേജ് ടു channelize what they're feeling inside using this metaphor, and it's easier. ഭയങ്കര വലിയൊരു ദേഷ്യത്തിൽ ഒന്നുമല്ലാതെ ഈ മെറ്റഫർ യൂസ് ചെയ്ത് സൈഡ് റെക്കോർഡ് ചെയ്ത് ലൈക്ക് യു നോ in a good way if they can communicate it and present it. I mean, isn't that great? Isn't that fun? Isn't that what cinema does? Like it gives us a lot of these pop culture anecdotes that you know you use in real life to kind of you know message or communicate. See, it's very similar alle angana nokkumbo. Yeah, so as an artist I think that's also creation, no? You're creating something there. ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൊരു റോള് എനിക്കൊരു ഔട്ട് ആൻഡ് ഔട്ട് മാഡ് കോമഡി ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ലൈക്ക് മാഡ് ഫിസിക്കൽ കോമഡി ഉണ്ടല്ലോ, ലൈക്ക് യുനോ സ്ലാപ് സ്റ്റിക്ക്. ഇപ്പം ഇന്നലെ ഞാൻ ശോഭൻ ചേച്ചിയുടെ പെർഫോമൻസ് കാണാൻ പോയി. അതിൽ ഷീ ഡസ് ദിസ് രാമൻ മറ്റേ അമ്പ് പൊക്കുന്ന, അതിൽ പല പല ആളുകൾ പല പല രീതിയിൽ വന്നിട്ട് അത് ഫെയിൽ ആവുന്നത്. And her body, like you know, that abhinaya that she does, the way she does comedy, I don't think we have seen Shobana like that on screen, and she's capable of it. Like സ്ത്രീകൾ കോമഡി ചെയ്യുന്നത് ആക്ച്വലി ഉർവശി ചേച്ചി ക്രാക്ക് ചെയ്ത പോലെ അധികം ആരും ക്രാക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ഉർവശി ചേച്ചിക്ക് മാത്രമേ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസും അങ്ങനെ കിട്ടിയിട്ടുള്ളൂ എന്ന് തോന്നുന്നു കുറേ. പക്ഷേ ഐ ലവ് ഡൂയിങ് കോമഡി. റാണി പത്മിനിയിൽ കുറച്ചൊക്കെ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത്. അത് കാസർഗോഡ് സ്ലാങ്ങും ഒക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ മൂവി. അപ്പോൾ I wish I could do an out and out comedy. പിന്നെ മൂക്കില രാജ്യത്തൊക്കെ ഇല്ലേ, അതുപോലത്തെ അയ്യോ അങ്ങനത്തെ കോമഡി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ I want to do like proper action. I want to do a negative role, like you know dark. I want to do something like that, like you know I want to explore stuff like that, and I want to do like one Paingli, one romantic one girl. സിനിമയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഋതു ഭയങ്കര നല്ലൊരു സിനിമയായിരുന്നു. പക്ഷെ അതിന് വേണ്ടത്ര ഒരു എനിക്ക് ആ ഒരു സമയത്ത് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു ഇതാണ്. പക്ഷെ അതിന് വേണ്ടത്ര ഒരു അക്സെപ്റ്റൻസ് കിട്ടിയില്ല. ഋതു എന്ന് പറയുന്നൊരു സിനിമയ്ക്ക് റീമയുടെ ലൈഫിൽ എന്താണ് അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ്? അയ്യോ എവറിത്തിങ് ഫ്രം ദ ഡയറക്ടർ ശ്യാം സർ തൊട്ടിട്ട് ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ സിനിമയിലേക്ക് വരുമ്പോൾ, അതിനു മുന്നേ ഞാൻ സ്റ്റേജസ് ആണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ ഒരു മീഡിയത്തിലേക്ക് വരുമ്പോൾ ദ വേ ഹി ഹാൻഡ് ഹെൽഡ് അസ് ഇസ് സോ പ്രഷ്യസ്. അതും കൂടി കൊണ്ടൊക്കെ ആയിരിക്കാം എനിക്ക് പിന്നീട് നമുക്ക് നല്ലത് എന്താണെന്ന് അറിഞ്ഞാലല്ലേ പൊട്ട എന്താണെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം എനിക്ക് ഫിഷ് ഫ്രൈ തരാതിരിക്കുമ്പോൾ എനിക്ക് ഫിഷ് ഫ്രൈ വേണമെന്ന് ചോദിക്കാൻ പറ്റുന്നത് എന്താ വെച്ചാൽ എനിക്ക് ബാക്കിയെല്ലാം കിട്ടുന്നുണ്ട് എൻ്റെ വീട്ടിൽ. അപ്പോൾ ഇത് ഒരു ചെറിയൊരു ഇതിനെന്തൊരു പ്രശ്നമുണ്ടല്ലോ എന്ന് തോന്നണമെങ്കിൽ എന്നെ അങ്ങനെ വളർത്തിയിട്ടുള്ളത്. ആൻഡ് ഐ ക്യാൻ ആസ്ക്. അതുപോലെ തന്നെയാണ് ഇതും. ശ്യാം സാർ വരുമ്പോൾ ഞങ്ങളെ ഫസ്റ്റ് ഓഫ് ഓൾ ആ ഫിലിമിൽ എല്ലാവരും ന്യൂ കമേഴ്സാണ്. ഒരാൾ പോലും മുന്നേ അഭിനയിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആർക്കും ഒന്നും അറിയില്ല. അപ്പോൾ നമുക്ക് ടെൻഷനില്ല. ഓക്കെ, വൺ ഇസ് ദാറ്റ്. ദെൻ ഹീ കോൾഡ് അസ്. ഞങ്ങൾക്കൊരു 1 week ഹീ ഗേവ് അസ് തിയേറ്റർ ട്രെയിനിങ്. മുരളി സാർ ആയിരുന്നു. ഹി കോൾഡ് ശ്യാംദത്ത്, ദ സിനിമാറ്റോഗ്രാഫർ കെയിം. ഹി ലിവ്ഡ് വിത്ത് അസ്. ലൈക്ക് ഞങ്ങളെല്ലാവരും ഹോട്ടൽസിലല്ല, ഞങ്ങൾ ഫ്ലാറ്റ്സിൽ എല്ലാവർക്കും ഓരോ റൂം, അങ്ങനെയാണ് ഫ്ലാറ്റ്സിലായിരുന്നു ഞങ്ങളെല്ലാവരും താമസിച്ചിരുന്നത്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക. ഭയങ്കര ഡെമോക്രാറ്റിക് ആയിരുന്നു.
ശ്യാം ദത്ത് വന്നിട്ട് ക്യാമറ, ഹൗ യു ഗിവ് ഫോക്കസ്, എങ്ങനെയാണ് ലൈക്ക് വാട്ട് ഇസ് എ ഫ്രെയിം, വാട്ട് ഇസ് എ ലൈക്ക് ഈ ലെൻസിങ് എങ്ങനെയാണ്. സോ മച്ച് ലേണിംഗ് ആൻഡ് സോ മച്ച് ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ദ പ്രോസസ് ദാറ്റ് ഇറ്റ് ഡിഡ്ന്റ് ഫീൽ ഏലിയൻ ടു അസ്. ഞങ്ങൾ ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ടിന് ഞങ്ങളെല്ലാവരും ഭയങ്കര പ്രോ ലെവലിലാണ് നിൽക്കുന്നത് അവിടെ. വിർ ഓൾ ലൈക്ക് ബിക്കോസ് നമ്മൾ ടെസ്റ്റ് ഷൂട്ട്സ് ചെയ്തു, ലുക്ക് ടെസ്റ്റ് ചെയ്തു. പിന്നെ he asked me if Varsha is this IT professional who might have come down from Bangalore എന്നൊക്കെയാണല്ലോ. അപ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ വരുന്നത്. So he saw my dressing and he's like, can you use your own clothes in the movie? So most of the stuff I've worn in that movie is mine. അപ്പോൾ it feels like നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയി മൊത്തത്തിൽ. പിന്നെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ സിനിമയ്ക്ക് പൂജയുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, സിനിമ പൂജ. അപ്പം ഞങ്ങൾ പൂജയ്ക്ക് പോകണം. അപ്പോൾ സാർ പറഞ്ഞു പൂജയൊന്നുമില്ല, കം ഹോം, we'll have a party. So ഞങ്ങളുടെ ഫിലിം പൂജ was a party actually. He called all of us. I still remember. It was so nice. പിന്നെ അതുപോലെ there is this intimate scene in the movie. Climaxനോട് അടുത്ത് me and Nishan in the car, we have this intimate moment. So we're shooting that. അപ്പോൾ സാർ ഇങ്ങനെ കാർ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഫുൾ ബ്ലാക്ക് ഫ്ലാഗ് ഒക്കെ വെച്ച് ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. So then he called me and he's like, me, the focus puller and the cinematographer മാത്രമേ ഉണ്ടാവുള്ളൂ when we shoot. I'm like, okay. എന്നിട്ട് ഇങ്ങനെ കാർ കയറാൻ മുന്നേ he's like, would you like a drink? എൻ്റെ അടുത്ത് I wouldn't mind. But like that he was so he walked along with us in the whole process and the journey. So we are thinking, okay, this is what cinema is. Okay, like അത്രയും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഞങ്ങളിപ്പോൾ എനിക്ക് സീൻ ഇല്ലെങ്കിലും ഞാൻ സാർ എൻ്റെ അടുത്ത് he'll ask us to sit, watch the frame, like മറ്റേ സ്ക്രീനിൽ നോക്കിയിട്ട് മോണിറ്ററിൽ നോക്കിയിട്ട് he will say, so this is the scene, how would you choreograph this? You're a choreographer, right? Like how would you? So he really initiated this love for the medium. I will be eternally grateful to him because ഇന്നും ഞാൻ സിനിമയെ കാണുന്നതും സ്നേഹിക്കുന്നതും സാർ പറഞ്ഞു തന്ന ആ വാക്ക് വേസിലൂടെ നടന്നിട്ടാണ്. എനിക്ക് അതുകൊണ്ട് Ritu was life changing for me, and we were all paid, by the way. We were all newcomers. We were all paid. Everybody was paid. Because newcomers, I don't even think anybody will ask. We also didn't ask. But we were all paid and ഭയങ്കര രസമായിരുന്നു. എനിക്കത് ലൈഫ് ചേഞ്ചിങ് ഫോർ മീ. ഇപ്പോൾ കുറച്ചു മുന്നേ നവരസ സാധനത അതിലുള്ള കിട്ടിയ ട്രെയിനിങ് തിയേറ്ററിലുള്ള മീരയ്ക്ക് എങ്ങനെ സഹായിച്ചു എന്ന്? ശരിക്കും എനിക്കത് വേണിച്ചിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഭയങ്കര, ഞങ്ങൾ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങളെ പൾപ്പാക്കി എന്ന് പറയില്ലേ, ലൈക്ക് എല്ലാ ഇമോഷൻസിൻ്റെയും എക്സ്ട്രീംസിലൂടെ കടന്നു പോയിട്ട് യു ജസ്റ്റ് എ പൾപ്പ് ഫുൾ അങ്ങനെ പദം വരുത്തും നമ്മളെ. അയ്യോ എനിക്കത് നമ്മൾ ഇത്രയും കാലം അഭിനയിച്ച് സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്ത് എന്നിട്ടാണല്ലോ നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ വിചാരിക്കണം നമുക്ക് എന്തോ അല്ല അറിയാമെന്നല്ല, പക്ഷെ നമുക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളൊരു ധൈര്യത്തിലാണല്ലോ നമ്മൾ പോകുന്നത്. അയ്യോ ഐ റിമെമ്പർ 15 days കഴിഞ്ഞ് ലാസ്റ്റ് ദിവസം ഞങ്ങൾ 9 രസാസും പെർഫോം ചെയ്യും. എന്നിട്ട് ഞാൻ ശരിക്കും വേണിച്ചിയുടെ കാലിൽ കുറച്ച് നേരം കെടുന്നു ഞാൻ. ലൈക്ക് അങ്ങനെ യു സറണ്ടർ യുവർ സെൽഫ് ആസ് എൻ ആർട്ടിസ്റ്റ് ദർ. അപ്പോൾ like I told you, it has really got me in touch with my innermost fears and like നമ്മൾ ഒട്ടും ആക്സസ് ചെയ്യാതെ ഈ ഡിനയൽ മോഡിൽ മാറ്റി വെച്ചിട്ടുള്ള ഒരുപാട് ഇമോഷൻസിലേക്ക് ഇറങ്ങിപ്പോവാൻ നവരസ സാധനം എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു ആസ് എ ഹ്യൂമൻ ബീയിങ് ആസ് വെൽ. അത് ഡെഫിനറ്റ്ലി ഇതിൽ അമ്മയായിട്ടുള്ള റിലേഷൻഷിപ്പ് അതാണ് ഇതിൻ്റെ ഒരു ക്രക്സ് ശരിക്കും പറയുകയാണെങ്കിൽ. ഷീ ഈസ് ദിസ് പേഴ്സൺ, മീര ഇസ് ദിസ് പേഴ്സൺ ഹു സ്റ്റാൻഡിങ് അറ്റ് ദ കസ്പ് ഓഫ് സോ മെനി തിങ്സ്. ലൈക്ക് ഈ ഇത്രയും കാലം സോളിറ്റ്യൂഡിൽ ജീവിച്ചിട്ട് പെട്ടെന്ന് വൈറലാവുന്നു. അമ്മയുടെ ഭയങ്കരമായിട്ടുള്ള അന്ധവിശ്വാസവും ഒക്കെ ഉള്ള ഒരു സ്പേസിൽ നിന്ന് ഷീ ഈസ് ഇൻ അനദർ സ്പേസ് പക്ഷേ ഷീ കാൺട്ട്. അപ്പം ഇങ്ങനെ ലൈക്ക് ആ ഒരു വല്ലാത്തൊരു ജംഗ്ഷനിൽ പെട്ടുപോയ ഒരു മീരയുണ്ട്. സോ എന്നാൽ ഷീ ഈസ് വെരി വെരി ക്ലോസ് ടു ഹർ മദർ. ഭയങ്കരമായ വാത്സല്യം പോലെയാണ്. ലൈക്ക് ദർ ഇസ് ദിസ് പോയിന്റ് വേർ ദ ചൈൽഡ് ബിക്കംസ് ദ
പാരൻ്റ് എന്ന് പറയുന്ന ഒരു മൊമെൻറ്റിലാണ് അവൾ നിൽക്കുന്നത്. Which is something that I feel with my parents also nowadays, you know. Like, you know, I was like in Europe and my dad is like, "Amma idu hospital la kondu vonde." I'm like, "Hey, acha." I'm like, "Why are you even asking me?" But like, you know, and you call the doctor and fix an appointment, and like what they used to do for us, our face undallo when you become like, you know, the roles are kind of interchanged. അതുപോലെ തന്നെ ഉണ്ട് ഇതിലും. സോ ഇറ്റ് വാസ് വെരി നൈസ്. ആ രീതിയിൽ എനിക്ക് ആ ഇമോഷണൽ സ്പേസിലാണ് കൂടുതലും എന്നെ നവരസ സാധന ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ഫിസിക്കൽ ആസ്പെക്ട് ഐ തിങ്ക് മൈ ഡാൻസ് ട്രെയിനിങ് ഹാസ് റിയലി ഹെൽപ്പ് മീ big time. What was your process of choosing cinema? Like, when you had a lot of options? ഇപ്പോഴും I like, you know, I do like, I need to, I'm like, ഇത് ചെയ്യാം, എനിക്കങ്ങനെ ഫീൽ ചെയ്യണം. അല്ലാണ്ട് ഞാൻ ഭയങ്കര മറ്റേ ഇറ്റ്സ് നോട്ട് ലൈക്ക്, യു നോ, ഭയങ്കര റീസൺ ലോജിക്ക് മറ്റേ പ്രോസ് ആൻഡ് കോൺസ് എഴുതി അങ്ങനെയല്ല. അത് നല്ലതാണോ പൊട്ടയാണെന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ ദാറ്റ് ഈസ് ദി ഓൺലി വേ ഐ ക്യാൻ ഫങ്ഷൻ. ഇറ്റ് ഹാസ് ടു ലൈക്ക് റിയലി പീക്ക് മൈ ഇൻട്രസ്റ്റ്. ഇറ്റ് റിയലി ഹാസ് ടു ലൈക്ക്, യു നോ, ഓക്കെ ഇനി ഇത് ചെയ്യണം, ആൻഡ് ഐ ഹാവ് ടു ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് വർക്ക് ഓൺ ഇറ്റ്, ലൈക്ക് റീഡ് അപ്പ് ഓൺ ഇറ്റ്. അത് ചെയ്യാൻ തോന്നണം, അല്ലെങ്കിൽ പണി കിട്ടും. കഴിഞ്ഞ വർഷം ആക്ച്വലി അനൗൺസ് ചെയ്ത പ്രോജക്റ്റ് ആയിരുന്നു ഡെലുലു. യെസ്. സോ അത് മുമ്പ് പറഞ്ഞ അതെ, ആ ജോണറിൽ വരും. ആ ജോണറിൽ വരും. ഹാവ് യു മെറ്റ് ഷബ്ന? You haven't, no? Okay. Okay. Shabna's almost Delulu. That, like, you know, so we are really looking forward to that process. She's writing it. And also, there are quite a few hidden stuff in that coming up. Let's see. I think that was out and out comedy ആയിരിക്കും. റിമി ചെയ്ത ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ ഒരു കൈൻഡ് ഓഫ് സ്ട്രോങ് സൈഡിലുള്ള. അതും ഈ പറയുന്ന പോലെ ഒരു രീതിയിലുള്ള സ്റ്റീരിയോ ടൈപ്പിംഗ് ആണെന്ന് തോന്നും എനിക്ക്. സോ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടും നമ്മൾ. അത് ഒരു എന്താ ചെയ്യുക, അതൊരു ഒരു വല്ലാത്തൊരു ഈവിളാണ് ഓഫ് ഗിവിങ് ഇൻ്റർവ്യൂസ് ആൻഡ് putting yourself out there. So, you know, people suddenly, even when you do something lighter, because they haven't seen that side of you, they somehow can't picture you as that person. But people who meet me face to face have a very different picture of me.